ഒരുക്കിയ അത്ഭുതങ്ങളിൽ ചിലത് കേൾക്കുമ്പോൾ തന്നെ അവിശ്വസനീയമായി തോന്നും. ജനിക്കുമ്പോൾ പെൺമത്സ്യമായ ഒരു ജീവി ജീവിതാവസാനത്തിൽ ആൺമത്സ്യമായി മാറുന്നു എന്നത് അത്തരമൊരു അത്ഭുതമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും മെഡിറ്ററേനിയൻ കടലിന്റെയും മണൽ പരപ്പുകളിൽ ഒളിച്ചു കഴിയുന്ന പേളി റേസർ ഫിഷ് എന്ന കുഞ്ഞു മത്സ്യമാണ് ഈ വിസ്മയത്തിന്റെ ഉടമ. എന്നാൽ ഈ അപൂർവ ജീവിവർഗത്തിന്റെ സ്വാഭാവിക ജീവിതചക്രത്തെ മനുഷ്യന്റെ അമിതമായ മീൻപിടുത്തം തകിടം മറിക്കുകയാണ്. അതിന്റെ പ്രത്യാഘാതം ഇവയുടെ ജീവിത രീതിയിൽ മാത്രമല്ല തലമുറകളിലേക്ക് പകരുന്ന DNA-യിലേക്കും വ്യാപിക്കുന്നുവെന്നാണ് പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. പേളി റേസർ ഫിഷുകളുടെ ജീവിത രീതി പ്രകൃതിയിലെ ഏറ്റവും കൗതുകകരമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ്. ജനിക്കുന്ന എല്ലാ മത്സ്യങ്ങളും പെൺമത്സ്യങ്ങളാണ്. പിന്നീട് കൂട്ടത്തിലെ ഏറ്റവും വലിയതും പ്രായമേറിയതുമായ പെൺമത്സ്യം ആൺമത്സ്യമായി മാറി മുഴുവൻ കൂട്ടത്തിന്റെയും നേതാവാകുന്നു. കടലിന്റെ അടിത്തട്ടിൽ ഓരോ പെൺമത്സ്യത്തിനും സ്വന്തമായ പ്രദേശമുണ്ടാകും. അവയെ സംരക്ഷിക്കുകയും അതോടൊപ്പം കൂട്ടത്തിൽ മറ്റുള്ള പെൺമത്സ്യങ്ങൾ സമയത്തിനു മുൻപേ ലിംഗമാറ്റം ചെയ്യുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നത് ഈ ആൺമത്സ്യമാണ്. എന്നാൽ ഈ സന്തുലിതാവസ്ഥ തകർക്കുന്നത് മനുഷ്യന്റെ മീൻപിടുത്തമാണ്. സ്പെയിനിലെ ബലേറിക് ദ്വീപുകൾക്ക് ചുറ്റുമുള്ള കടൽ പ്രദേശങ്ങളിൽ പേളി റേസർ ഫിഷിന് വലിയ വിപണിയുണ്ട്. വേനൽക്കാല പ്രജനന സീസണിൽ ഇവയെ പിടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും സെപ്റ്റംബർ മാസത്തോടെ വലിയ തോതിൽ മീൻപിടുത്തം ആരംഭിക്കുന്നു. ചിലപ്പോൾ ഇവയുടെ വില കടൽ കുഞ്ചുകളെക്കാളും ഉയരാറുണ്ട്. സീസൺ ആരംഭിച്ച ആദ്യത്തെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രദേശത്തെ ഏകദേശം 60% റേസർ ഫിഷുകളും പിടിക്കപ്പെടുന്നുവെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കൂട്ടത്തിലെ വലിയ ആൺമത്സ്യങ്ങൾ ആക്രമണ സ്വഭാവമുള്ളവയാണ്. വെള്ളത്തിലിറക്കുന്ന ചൂണ്ടയിലെ ഇരയിൽ ആദ്യം കൊത്തുന്നതും ഇവരാണ്. ഇതോടെ ആദ്യം പിടിക്കപ്പെടുന്നതും കൂട്ടത്തിന്റെ നേതാവായ ആൺമത്സ്യമാണ്. ആൺമത്സ്യം ഇല്ലാതാവുന്നതോടെ കൂട്ടത്തിന്റെ സാമൂഹിക ഘടന തകരുന്നു. തുടർന്ന് പ്രായം കുറഞ്ഞ ചെറിയ പെൺമത്സ്യങ്ങൾ പോലും സമയത്തിനു മുൻപേ ആൺമത്സ്യങ്ങളായി മാറാൻ നിർബന്ധിതരാകുന്നു. ഇത്തരം നേരത്തെയുള്ള ലിംഗമാറ്റം മത്സ്യങ്ങളുടെ പ്രജനനത്തെ ഗുരുതരമായി ബാധിക്കുന്നു. വലിപ്പം കൂടിയ പെൺമത്സ്യങ്ങൾക്ക് ചെറിയവയെ അപേക്ഷിച്ച് നിരവധി മടങ്ങ് കൂടുതൽ മുട്ടകൾ ഇടാൻ കഴിയും. എന്നാൽ അവയ്ക്ക് പെൺമത്സ്യങ്ങളായി കൂടുതൽ കാലം ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ സന്താനോൽപാദനം കുറയുകയും ജീവിവർഗത്തിന്റെ ഭാവി തന്നെ അപകടത്തിലാകുകയും ചെയ്യുന്നു. നെതർലൻഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകർ 120 പേളി റേസർ ഫിഷുകളുടെ DNA പരിശോധിച്ചപ്പോൾ അമിത മീൻപിടുത്തം നടക്കുന്ന പ്രദേശങ്ങളിലെ മത്സ്യങ്ങളിൽ 300-ലധികം രാസവ്യതിയാനങ്ങൾ കണ്ടെത്തി. ഊർജ വിനിയോഗം, നാഡീവ്യവസ്ഥ, പ്രതിരോധശേഷി തുടങ്ങിയവ നിയന്ത്രിക്കുന്ന ജീനുകളുടെ പ്രവർത്തനത്തെ ഈ മാറ്റങ്ങൾ ബാധിക്കുന്നതായി പഠനം വ്യക്തമാക്കുന്നു. കൂട്ടത്തിന്റെ നേതാവായ ആൺമത്സ്യം പെട്ടെന്ന് നഷ്ടമാകുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത സമ്മർദ്ദമാണ് ഈ ജനിതക വ്യതിയാനങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണമെന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. കാലിഫോർണിയ സർവകലാശാലയിലെ ജനിതക ഗവേഷകരുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക സമ്മർദ്ദങ്ങൾ ജനിതക ഘടനയെ വരെ മാറ്റാൻ കഴിയുമെന്ന് ഈ പഠനം തെളിയിക്കുന്നു. ബലേറിക് ദ്വീപുകളിലെ മറൈൻ റിസർവുകൾ ഈ മത്സ്യങ്ങൾക്ക് സുരക്ഷിത അഭയകേന്ദ്രങ്ങളാണ്. വർഷം മുഴുവൻ മീൻപിടുത്തം നിരോധിച്ചിരിക്കുന്ന ഈ മേഖലകളിൽ പേളി റേസർ ഫിഷുകൾ സ്വാഭാവിക ജീവിതചക്രം നിലനിർത്തുന്നു. ജീവിവർഗത്തിന്റെ ജനിതക വൈവിധ്യവും ആരോഗ്യകരമായ പ്രജനനവും സംരക്ഷിക്കാൻ ഇത്തരം സംരക്ഷിത മേഖലകൾ നിർണായകമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം.